പ്രിയപ്പെട്ടവരെ, ഉള്ളത് പറഞ്ഞ് ഇല്ലാത്തതാണെന്ന് തോന്നിപ്പിക്കാനും ഇല്ലാത്തത് പറഞ്ഞ് ഉള്ളതാണെന്ന് തോന്നിപ്പിക്കാനും മികച്ച കഥാകൃത്തുക്കൾക്ക് ഒരു സിദ്ധി തന്നെയുണ്ട്. എൻ്റെ കഥ എഴുതിയ മാധവിക്കുട്ടി മുതൽ ഗംഭീരമായ കുറിപ്പുകൾ എഴുതുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് മനോജ വെങ്ങോല വരെ ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു രചനാ പദ്ധതിയായി തോന്നിയിട്ടുണ്ട് സി സന്തോഷ് കുമാറിൻ്റെ കഥകൾ. സന്തോഷിൻ്റെ കഥകളെ ചുരുക്കി പറയാൻ ശ്രമിച്ചാൽ ഏറ്റവും വലിയ അസംബന്ധമായി തോന്നും. കഥയില്ലായ്മയുടെ ആഴം ചില കഥകളിൽ പറയാം, പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് അതിഗംഭീരമായൊരു ആഖ്യാന കൗതുകവും കൗശലവുമായി മാറുന്നത് കാണാം. കഥ മാത്രമല്ല, കഥയുടെ ഗാത്രം തന്നെ കഥയായി മാറുന്ന ഒരു ആർട്ട് ഫോമാണ് സന്തോഷിൻ്റെ കഥകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐസൊലേഷൻ വാർഡ് എന്ന കഥ തന്നെ അതിൻ്റെ പ്രമേയത്തെ, അതിൻ്റെ വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്ത് മറ്റൊരാളോട് പറയാൻ ശ്രമിച്ചാൽ വിലയോ തുച്ഛം എന്ന് പറയുന്നത് പോലെ വളരെ നിസാരവൽക്കരിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. ജീവിതത്തിലെ കാഴ്ചകൾ, ചിത്രങ്ങൾ, സങ്കല്പനങ്ങൾ ഇതെല്ലാം കൂടിക്കുഴഞ്ഞു പോകുന്ന ഒരു ആഖ്യാനത്തിൻ്റെ ഇഴയടുപ്പമുണ്ട്. പായ നെയ്യുന്ന പോലെയൊരു നെയ്ത്തുണ്ട്. അതാണ് സന്തോഷിൻ്റെ കഥ, സന്തോഷിൻ്റെ കല. അത് നമ്മളെ മായികമായ ഒരു ലോകത്തിലേക്ക് പലപ്പോഴും നയിക്കും. നേർരേഖയിൽ പറയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളച്ചു പറയും, വളച്ചു പറയാവുന്നത് ചിലപ്പോൾ നേരെ പറയും. അവിടെയാണ് സന്തോഷിലെ കലാകാരനെ, സന്തോഷിലെ ആ ക്രാഫ്റ്റ് വർക്കറെ, സന്തോഷിലെ ആ ഒരു അക്ഷര കൗശലക്കാരനെ നമ്മൾ കാണുന്നത്. അവിടെ ചിലപ്പോൾ കവിതയുടെ രസതന്ത്രമായിരിക്കും, ചിലപ്പോൾ നർമ്മത്തിൻ്റെ നേരിയ നനവായിരിക്കും, ചിലപ്പോൾ തത്വചിന്തയായിരിക്കും. പറയാൻ പറ്റില്ല അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ആഖ്യാതാവ് ഏത് രൂപത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ വായനയുടെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഈസ്തറ്റിക്കാണ് സന്തോഷിൻ്റെ രചനകൾ എനിക്ക് പകർന്നു തരുന്നത്. കിഴക്കേതിലെ വീട്, കാന്താരിക്കടവ്, കാറ്റുമാളിക, ആമ്പക്കാടൻ കപ്പകൃഷിക്ക് ഒരു മാർഗരേഖ, ഇങ്ങനെ തുടങ്ങുന്ന ചില കഥകൾ എനിക്ക് പ്രത്യേകമായ ഒരു രസം പകർന്നു തന്നവയാണ്. അതിൽ പ്രമേയം കൊണ്ട് ഒത്തിരി പുതുമ വേണമെങ്കിൽ പറയാൻ ഇല്ലാത്ത ഒരു കഥയാണ് കാന്താരിക്കടവ്. പക്ഷേ ആഖ്യാനത്തിൻ്റെ മഹാകൗശലം എനിക്കതിനകത്ത് അനുഭവിക്കാൻ സാധിച്ചു. ഈ കഥകൾ എന്നെ ഭ്രമിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു. ഇനിയും ഈ കഥാകൃത്തിൻ്റെ ഗംഭീരമായ കഥകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ആശംസകൾ.